ആനറ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. വികാരി റവറന്റ് ഫാദർ ജോസഫ് മഞ്ഞളാംകുന്നേൽ കൊടിയേറ്റ് കർമ്മം നടത്തി. ഏപ്രിൽ 17 ആരംഭമായ തിരുനാൾ മഹോത്സവം ഏപ്രിൽ 26 സമാപിക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന തിരുനാൾ കുർബാന, വചന സന്ദേശം, നൊവേന എന്നിവയ്ക്ക് റവറന്റ് ഫാദർ ആൽബിൻ CMF കുന്നോത്ത് കാർമ്മികത്വം വഹിച്ചു. ഏപ്രിൽ 25 ശനിയാഴ്ച വൈകുന്നേരം ആനറ കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം നടക്കും. തുടർന്ന് ബിഗ് ബാൻഡ് കാലിക്കറ്റ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ലൈവ് അരങ്ങേറും. ഏപ്രിൽ 26 സമാപന ആശീർവാദത്തോടു കൂടി തിരുനാൾ മഹോത്സവത്തിന് സമാപനം കുറിക്കും. ഈശോയോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഉദ്ധിതനായ ഈശോ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്നതുപോലെ നമ്മുടെ ജീവിത വഴികളിൽ നമ്മുടെ ഒപ്പം നടക്കുകയാണ്. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഈ ഉദ്ധിതനായ ഈശോയെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയാതെ പോകും. എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ദുരിതമുണ്ടാകുമ്പോൾ, സങ്കടം ഉണ്ടാകുമ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് മാറി നിൽക്കുന്നത്, പള്ളിയിൽ പോകാതെ ഇരിക്കുന്നത്, ഇപ്രകാരമൊക്കെയുള്ള ഒരു അവസ്ഥയിൽ എന്റെ വിശ്വാസത്തെ ഞാൻ എത്രമാത്രം മുറുകെ പിടിക്കണമെന്ന് സെബസ്ത്യാനോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന ദേവാലയമായ ആനറ സെന്റ് ആന്റണീസ് ചർച്ചിൽ ഇന്നു മുതൽ തിരുനാളിന് കൊടിയേറിയിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥം തേടുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ആനറ ഇടവക കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 14 തീയതി 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ചയാണ് ആനറയിലെ പുതിയ ദേവാലയം ആശീർവദിക്കപ്പെട്ടത്. പുതിയ ദേവാലയം ആശീർവദിക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ തിരുനാൾ ദിനങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പുതിയ ദേവാലയം തന്നെ വിശുദ്ധ അന്തോണീസിന്റെ പ്രത്യേക മധ്യസ്ഥതയാലും സ്നേഹത്താലും പടുത്തുയർത്തപ്പെട്ട ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധന്റെ സ്വർഗീയ മാധ്യസ്ഥം തേടുവാൻ ഈ തിരുനാൾ ദിനങ്ങളിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തിരുനാൾ ദിനങ്ങളിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.